കേരളത്തിലെ സാഹിത്യരംഗത്ത് വലിയ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് ഈ മോഷണം എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്നൊരു സംശയവുമുണ്ട്. കാരണം അറിവ് സാർവത്രികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. പഴയകാല യുഗമല്ല. ആശയങ്ങൾ തന്നെയാണ് ലോകത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ആശയങ്ങൾ കുത്തകകളായിരുന്ന ഒരു കാലമുണ്ട്. ഒരു നോവലോ കഥയോ സിനിമയോ നാടകമോ എടുക്കുന്നതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കഥാതന്തു, അതിന് ചുറ്റിയായിരിക്കും കഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അത് പലപ്പോഴും യുണീക്കായിരുന്നിട്ടുണ്ട്. ഒരാൾ ആരാണോ ആശയം രൂപീകരിക്കുന്നത്, കഥ എഴുതുന്നത്, കവിത എഴുതുന്നത്, നോവൽ എഴുതുന്നത്, സിനിമ എടുക്കുന്നത്, നാടകമെടുക്കുന്നത്, ഗാനമെഴുതുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്നു. ആ കാലം പോയിട്ട് സോഷ്യൽ മീഡിയയുടെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ പുതിയ യുഗത്തിൽ, പ്രത്യേകിച്ച് AI-യുടെയൊക്കെ പുതിയ കാലത്ത് അങ്ങനെ അറിവിനെ കുത്തകവൽക്കരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും ചിലരെങ്കിലും ഇത് കുത്തകവൽക്കരിക്കപ്പെടണം, ഇതെൻ്റേത്, ഇത് ഞാൻ എഴുതിയത്, അതിൽ നിന്ന് കോപ്പി എടുത്തതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. ഇതിലൊരു ബിസിനസ് താല്പര്യവുമുണ്ട്. കാരണം ഒരു വലിയൊരാൾ എന്നിൽ നിന്ന് കോപ്പി അടിച്ചു എന്ന് പറയുമ്പോൾ വലിയ ആളും ഞാനുമായിട്ട്, വലിയ ആളിന് സമൂഹത്തിലുണ്ടാവുന്ന ശത്രുക്കൾ, വലിയ ആളാകുമ്പോൾ ശത്രുക്കളും വലുതായിരിക്കും, ചെറുതല്ല. ചെറിയ ആളുകൾക്ക് ശത്രുക്കൾ കുറവായിരിക്കും. വലിയ ആളുകളാകുമ്പോൾ ശത്രുക്കളും കൂടുതലായിരിക്കും. വലിയ ആളുകളെ ട്രോളാൻ ചെറിയ ആളുകൾ എപ്പോഴും ശ്രമിക്കും. കാര്യം അതിലൂടെ അവരും വലുതാവും. ഇതാണൊരു മനഃശാസ്ത്രം, സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം. അപ്പോൾ അങ്ങനെ വലിയൊരാളിനെ ട്രോളുകയോ വലിയൊരാളിനെ കുറ്റം പറയുകയോ ചെയ്താൽ വാർത്തയാകും എന്നുള്ളതിലൂടെ, ആ വാർത്തയാകുന്നതിലൂടെ ചെറിയ ആളുകളും വലിയ ആളുകളാകും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആളുകളെ ട്രോളാനും വിമർശിക്കാനും പിന്നെ അവരെ പിന്തുടരാനും എതിർക്കാനും ആളുകളുണ്ടാവും. കാരണം പിന്തുടരാൻ ആളുകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ അവരെ പിന്തുടരുന്നത് കൊണ്ട് ചെറിയ ആളുകളും വലിയ ആളുകളാവും. ഇതാണ് ഇതിൻ്റെ ഒരു നല്ല രസകരമായൊരു മനഃശാസ്ത്രമാണ് സമൂഹത്തിൻ്റെ. ഈ മനഃശാസ്ത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം KR മീരയുടെയും ഹരിത സാവിത്രിയുടെയും 2 നോവലുകളെ കാണേണ്ടത്. അതായത് പിന്നെ കല്ലാച്ചി എന്ന വളരെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന KR മീരയുടെ നോവൽ, ഹരിത സാവിത്രി സിൻ എന്ന പേരിൽ എഴുതിയ നോവലിൻ്റെ പ്ലോട്ടാണ്. അതിൽ പറയുന്ന വാചകങ്ങൾ ഇതിലുണ്ട് എന്നുള്ളൊരു അഭിപ്രായവും പുറത്തു വന്നിട്ടുണ്ട്. 2 പേരുടെയും ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി വന്നിരിക്കുന്നു. 2022 സിൻ എന്ന് പറയുന്ന പുസ്തകം ഹരിത സാവിത്രി എഴുതുന്നത്. 25 കല്ലാച്ചി വരുന്നത്. അപ്പോൾ അത് സാങ്കേതികമായി പറഞ്ഞാൽ സിൻ ആദ്യം എഴുതിയതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയാം. പക്ഷേ പ്രശ്നം അവിടെ അല്ല. 2020 തന്നെ KR മീര ഇതിൻ്റെ കഥകൾ ട്രൂ കോപ്പി എന്ന ഓൺലൈൻ മാഗസിനിൽ പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥലത്ത് പിന്നെ സോവിയറ്റ് റഷ്യൻ്റെ ഈ പറയുന്ന സ്ഥലങ്ങൾ പോയി സന്ദർശിക്കുകയൊക്കെ ചെയ്ത് വളരെ കൃത്യമായി വേറൊരു രീതിയിലാണ് KR മീര അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഇത് അടുത്തൊരാൾ പുറത്ത് വന്നിരിക്കുന്നത്. ജോഷി ജോസഫ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എടുക്കുന്ന ആൾ പുറത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു, ആരാച്ചാർ എന്ന് പറയുന്ന KR മീരയുടെ നോവലും ഇതുപോലെ മോഷണം എടുത്തതാണ്, തട്ടിപ്പറിച്ചതാണ്. നേരത്തെ ഒരു ദീപയെക്കുറിച്ച് ഇതുപോലൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. അത് കവിത അതുപോലെ അടിച്ചു മാറ്റിയതാണ്. കവിത അതുപോലെ അടിച്ചു മാറ്റി ഇടുമ്പോഴല്ല, ഇതിനകത്ത് സംബന്ധിച്ച് ചില വരികളോ ചില ആശയങ്ങളുടെ സാമ്യതയോ ചില പ്ലോട്ടുകളോ ഒരുപോലെയാണ്. വിദേശത്ത് പോകുന്ന കാമുകയുടെയും അല്ലെങ്കിൽ വിദേശത്ത് ജീവിക്കുന്ന ഒരാളിൻ്റെ കഥ, ആടുജീവിതത്തെക്കുറിച്ചും ബെന്യാമിൻ്റെ ആടുജീവിതത്തെക്കുറിച്ചും ഇതുപോലെ ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ആരായാലും മനസ്സിലാക്കേണ്ടത് വളരെ വലിയ, ഇപ്പോൾ KR മീര അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്. ഒരു ഇടതുപക്ഷ ലൈനിൽ ചിന്തിക്കുകയും അവരുടെ പുസ്തകത്തിൻ്റെ കോപ്പി തന്നെ അവർ രാജീവിന്, നമ്മുടെ മുൻ മന്ത്രി രാജീവിന് വരെ അതിൻ്റെ ഡ്രാഫ്റ്റ് കൊടുത്തു. അപ്പോൾ അത്ര ഇടതുപക്ഷ ലൈനിൽ സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി ഇടതുപക്ഷ ലൈനിൽ കൃത്യമായി നിൽക്കുന്ന ഒരാളാണ്. PK രാജശേഖരൻ അടക്കമുള്ള, PK പാറക്കടവ് അടക്കമുള്ള ഇടതുപക്ഷ ലൈനിൽ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ പുസ്തകം കൊടുത്ത് അതിൻ്റെ ഡ്രാഫ്റ്റ് കൊടുത്ത് 10ഓളം പേര് വായിക്കുകയൊക്കെ ചെയ്ത പുസ്തകമാണ്. അപ്പോൾ അത് വളരെ കൃത്യമായി ഒരു ഇടതുപക്ഷ ലൈനിൽ നിൽക്കുന്ന KR മീര, വല്ലാതെ പക്ഷപാതിത്വം ഇടതുപക്ഷത്തോട് കാണിക്കുന്ന KR മീര പ്രസിദ്ധയാണ്. പക്ഷേ ഞാൻ അവരുടെ പക്ഷപാതിത്വം അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ അവർ പ്രസിദ്ധയായതുകൊണ്ട് അവർക്ക് അനുകൂലമായ അഭിപ്രായം പറഞ്ഞാൽ നമ്മളും പ്രസിദ്ധരാകും. ഇതാണ് വേറൊരു മനഃശാസ്ത്രം.
ഇനി അവർ വളരെ പ്രസിദ്ധി ആയതുകൊണ്ട് അവരെ എതിർത്താൽ നമ്മളും അനുകൂലമാകും, നമ്മൾക്കും പേര് കിട്ടും. ഈ ഒരു മാനസികാവസ്ഥയിലും ഒത്തിരി ആളുകൾ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിനി എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ള ഹരിദാസ് സാവിത്രിയെ സംബന്ധിച്ചിടത്തോളം വിവാദമുണ്ടായാൽ അതും വിറ്റുപോകും, അവരുടെ പുസ്തകവും വിറ്റുപോകും. അങ്ങനെ മാത്രമല്ല അവരുടെ പേരും പ്രശസ്തമാകും. അവർക്ക് അടുത്ത നോവലുകൾ എഴുതാനും അത് പ്രസിദ്ധീകരിക്കാനും ഒരുപാട് ആളുകൾ ഇവിടെ വരും. ഇതൊരു നല്ല രസകരമായ മേഖലയാണ്. അങ്ങനെ വളരെ മനോഹരമായ ഒരു മേഖലയിൽ ഈഗോയുടെയും കോംപ്ലക്സിൻ്റെയും കുടികിടപ്പിൻ്റെയും കുട്ടിക്കൊടുപ്പിൻ്റെയും അങ്ങനെ കുടക്കിടക്കുന്നതിൻ്റെയൊക്കെ വലിയ വലിയ കഥകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ റൈറ്റ് റിസർവ്ഡ് എന്നൊക്കെ പറയുന്നത്, എഴുത്തിൻ്റെ റൈറ്റ് റിസർവ്ഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ കോപ്പി റൈറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാലം പോയി. നമ്മൾ PhD ചെയ്യുമ്പോൾ പോലും റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഡോക്യുമെൻറ്റും എടുത്ത് നമുക്ക് ഉപയോഗിക്കാം, റെഫറൻസ് വെച്ചാൽ മതി. അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുന്നവർ കുറച്ച് ആശയങ്ങളല്ലേ ഉള്ളൂ, അവരെല്ലാം നെറ്റിൽ കയറിയിട്ടോ ഗൂഗിൾ കയറിയിട്ടോ ചാറ്റ് GPT കയറിയിലൊക്കെ ആയിരിക്കും കൂടുതൽ വിവരം എടുക്കുന്നത്. അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ. പിന്നെ നേരത്തെ എഴുതിയ പുസ്തകങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടില്ലേ ഒരാളിന് എഴുതാൻ പറ്റില്ല, അല്ല ഒരാളിനിരുന്ന് സുവോമോട്ടോ ഇരുന്നൊരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ത്രെഡിൽ നിന്നായിരിക്കും അടുത്ത ത്രെഡിലേക്ക് പോകുന്നത്. അതിനെ വിവാദങ്ങളാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. സാഹിത്യത്തിൽ അപ്പാടെ അതുപോലെ തന്നെ മോഷ്ടിച്ച് ലൈൻ ടു ലൈൻ വേർഡ്സ് ടു വേർഡ്സ് മോഷ്ടിച്ച് വേറൊരു പുസ്തകമാക്കുകയാണെങ്കിൽ നമുക്ക് വർത്തമാനം പറയാം. അതേസമയം ഒരാശയം എന്നുള്ളത് ഒരു കാമുകൻ്റെ കഥ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന കഥ, അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകളുണ്ടല്ലോ, പ്രണയിച്ച് പറ്റിക്കുന്ന കഥ, ഇതെല്ലാം ഇവിടെ ഉണ്ട്, ഈ പ്ലോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ നോവൽ എഴുതിയാൽ അതിൻ്റെ കഥ വളരെ വിവാദമാക്കുന്നത് ശരിയല്ല. കഴിഞ്ഞ 2 ദിവസമായി കത്തി നിൽക്കുന്ന വിവാദമാണ് ഈ വിഷയം ചാനലുകളിൽ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ പോരാണ് ഇതിൻ്റെ പേരിൽ നടക്കുന്നത്. ഒരു കാര്യവുമില്ലാത്ത ഒരു പോരാണ്. ആളുകൾ പക്ഷം തിരിഞ്ഞു നിന്ന് തന്നെ KR മീര ഇടതുപക്ഷത്തിനെ അനുകൂലിച്ചതുകൊണ്ട് അവർക്ക് കുറച്ച് തെറി പറയാനൊരു ചാൻസ് ഉണ്ടോ എന്ന് മറ്റു ആളുകളുള്ളവർ ചിന്തിക്കുന്നു. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ KR മീരയെ അനുകൂലിച്ച് കളയാമെന്ന് അവരെ കൂടെയുള്ള ഇടതുപക്ഷക്കാർ ചിന്തിക്കുന്നു. ഈ സിനി നോവൽ എഴുതിയ ഹരിദാസ് സാവിത്രിയെ വെച്ചുകൊണ്ട് KR മീരയെ അടിക്കാൻ പറ്റുമെന്ന് വേറൊരു ടീം വിചാരിക്കുന്നു. ഹരിദാസ് സാവിത്രിക്ക് ആവശ്യമായ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് വേറെ മറ്റൊരു ടീം ആലോചിക്കുന്നു. ഇങ്ങനെ രസകരമാണ് ഒരു സൊസൈറ്റി, ഒരു സമൂഹത്തിൽ വിഷയങ്ങൾ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യുന്നത് കാണാൻ നല്ല കൗതുകമാണ്. നമ്മൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, കാഴ്ചക്കാരായിരുന്നാൽ മതി. വളരെ രസകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ രസകരമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പിന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന തർക്കങ്ങളും വഴക്കുകളുമൊക്കെ വലിയ തോതിലാണ് ഇവിടെ കാണുന്നത്. എന്തായാലും രസകരമായ കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്കിവിടെ ഈ സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തും ഗാനരംഗത്തും നാടകരംഗത്തുമൊക്കെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ പഴയ കാലം പോലെ എളുപ്പമല്ല. ഇപ്പോൾ എല്ലാം തുറന്നു നിൽക്കുന്ന, എല്ലാം ഓപ്പണായിരിക്കുന്ന, എല്ലാം സാർവത്രികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അങ്ങനെ ചിന്തിക്കേണ്ട. അവരവരുടെ കഥ എഴുതട്ടെ, അതവർ മോഷ്ടിച്ചോ അതുപോലെ അതേ ലൈൻ ടു ലൈൻ വേർഡ്സ് ടു വേർഡ്സ് അങ്ങോട്ട് ഞാവാതിരുന്നാൽ മതി. അല്ലാതെ ആശയം ഒക്കെ പലപ്പോഴും മാറും. ഒരേ ആശയത്തിൽ തന്നെ എത്രയോ സിനിമകൾ വരുന്നു, അത് എത്രയോ നാടകങ്ങൾ വരുന്നു, എത്രയോ നോവൽ വരുന്നു, കഥ വരുന്നു. അതുകൊണ്ട് എൻ്റെ ആശയമാണ് എന്ന് ആരും മത്സരിക്കേണ്ട. ഇതൊരു കൃത്യമായ ഒരു കുടിപ്പകയുടെ രീതിയിലേക്ക് വളരരുത്. അങ്ങനെ വളർത്താനാണ് പലപ്പോഴും ക്ഷുദ്രശക്തികൾ സോഷ്യൽ മീഡിയയിൽ ശ്രമിക്കുന്നത്.